എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കരുതി ഞാനെന്തിനാ ഈ പിള്ളേരുടെ സന്തോഷം വെറുതെ ഇല്ലാതാക്കുന്നത്? ഈ മുഖം ഇങ്ങനെ വെച്ചോണ്ടിരുന്ന പിള്ളേർ കുറെ സന്തോഷിക്കും. അതൊക്കെ മാറിക്കോളൂ. എന്നാ ഞാൻ വിട്ടാക്കട്ടെ, നിങ്ങൾ എൻജോയ്. എന്തിന് ഇവിടെ നിക്ക്? ഇവിടം വരെ കൊണ്ടുവന്നല്ലേ, ഇന്ന് തിരിച്ച് കൊണ്ടാക്കണ്ടല്ലേ? എന്നാ നീ നിക്കടാ, നമുക്ക് ഒന്നിച്ചു പോവാം. നിക്കങ്ങളെ പോണ്ട. നമ്മള് പണ്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തല്ലേ, പോവാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇവിടുന്ന് അടിച്ചു പോയിക്കാം. പോണ്ട അങ്ങളെ. നിങ്ങളെല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ നിക്കാം അല്ലേ? എന്നാ വാ, നമുക്ക് അടിച്ചു പൊളിക്കാം. എന്നാ വാ പോവാ. അഞ്ജു ഒന്ന് നിന്നേ. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ അവരെല്ലാരും വന്നത്? ഞാനെന്ത് പറഞ്ഞു? കൂടുതൽ ഡ്രാമ കളിക്കണ്ട കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കാൻ വലിയ ഡിറ്റക്റ്റീവ് ബുദ്ധിയൊന്നും വേണ്ട. എന്റെ കുരുട്ട ബുദ്ധി തന്നെ മതി. എന്റെ അഞ്ജു, ഞാൻ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും കോയിൻസിഡൻസ് ആയിരിക്കും. പിന്നെ കോയിൻസിഡൻസ് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എല്ലാരും വന്നത്? പോരാത്ത നിങ്ങളെ ഏട്ടത്തെയും കെട്ടിയെടുത്തു. അതിന്റെ മോൻ കണ്ടോടെ ഞാൻ ഇനി എങ്ങനെ ഇവിടെ സന്തോഷത്തോടെ നിൽക്കൂ? നീ നിന്റെ കാര്യം നോക്ക്. ഏട്ടത്തിന്റെ കാര്യം ഏട്ടത്തെ നോക്കിയോളും. മനസ്സിലായി? എടി ഞാനല്ല പറയണത്, കേക്ക്. അത് നിങ്ങൾ തന്നെയാ. ഇത് വേറെ കാര്യ. വേറെ എന്ത് കാര്യം? ഇവിടെ എങ്ങനെ സന്തോഷം കണ്ടെത്തണമെന്ന് എനിക്കറിയാം. നിങ്ങൾ വാ. അടുത്ത കൊനഷ്ടം ആലോചിച്ച് പോണ്ട്. മോളെ നീ കൂടെ ചെല്ല്, അവരുടെ കൂടെ പോയി എൻജോയ് ചെയ്യ്. വേണ്ടെങ്കി വേണ്ട. നീ പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴേ കുട്ടികൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്തായാലും നീ വന്നല്ലോ, സന്തോഷായി. അമ്മ വരുന്നില്ല, മക്കള് പോയി കളിക്ക്. ചെല്ല്, നിങ്ങൾ പോയി കളിക്ക്. ചെല്ല് ചെല്ല്. നിങ്ങൾ വാ പിള്ളേരാ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വല്ലവരും ചാടാണ്ടോണ്ടിരിക്കാൻ. പിള്ളേരുടെ കൂടെ കളിക്കണ്ടായിരുന്നു, കാലും പോയി. വക്കീലിന്റെ കുറെ മിസ് കോൾ ഉണ്ടല്ലോ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ